മറ്റു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത്. വടക്കൻ ജില്ലയിൽ മഴ കനക്കുന്നു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. വിവരങ്ങളുമായി അഭിന പി ചിറക്കൽ ചേരുന്നു. അഭിന, ഏതൊക്കെ ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുകൾ നൽകിയിരിക്കുന്നത്? കൂടുതൽ വിശദാംശങ്ങൾ. കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം നഗരത്തിലും അതുപോലെ തന്നെ മലയോര മേഖലയിലും ചെറിയ തോതിൽ ഇടവിട്ട മഴ പെയ്യുന്നുണ്ട്. ഇന്നലെ രാത്രി മുതൽ ആരംഭിച്ച ഈ മഴ ചെറിയ തോതിൽ, അതായത് ഈ ഇടവിട്ടാണ് പെയ്യുന്നത്. പക്ഷെ വലിയ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം മലയോര മേഖലയിലാണെങ്കിൽ മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമായ ഒരു സാഹചര്യമാണ്. പക്ഷേ മലയോര മേഖലയെ സംബന്ധിച്ചിടത്തോളം നോർമലി നിലനിൽക്കുന്ന ഒരു സാഹചര്യം. അതുപോലെ തന്നെ കോപ്പാറ, കക്കടംപൊയിൽ തുടങ്ങിയിടങ്ങളിലേക്കെല്ലാം പോകുന്ന വിനോദസഞ്ചാരികൾ ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശം തുടക്കം മുതലേ നൽകുന്നുണ്ട്. ഇതുപോലെ തന്നെ പോകും എന്നുള്ളതും അറിയിക്കുന്നുണ്ട് ജില്ലാ ഭരണകൂടം. അതോടൊപ്പം തന്നെ ഈ ഭാഗത്തേക്ക് അനാവശ്യമായി പോകുന്ന യാത്രകളെല്ലാം തന്നെ ഒഴിവാക്കാൻ നിർദ്ദേശമുണ്ട്. അതോടൊപ്പം മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രി യാത്രകൾ ഈ മലയോര മേഖലയിലേക്ക് ഒഴിവാക്കണം എന്നുള്ളൊരു നിർദ്ദേശം കൂടി ഇതിനോടകം അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. കൂടാതെ നഗരത്തിലേക്ക് വരുമ്പോൾ നഗരത്തിലെ വിവിധ ഇടങ്ങളിൽ കഴിഞ്ഞ ദിവസം പെയ്ത മഴക്കെട്ടിയുണ്ടായ വെള്ളക്കെട്ട് അതേപോലെ തന്നെ തുടരുകയാണ്. ഇപ്പോൾ എനിക്ക് പിന്നിൽ കാണുന്ന വെള്ളക്കെട്ട് അതിശക്തമായി തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പെയ്ത മഴയിൽ കാണപ്പെട്ട വെള്ളക്കെട്ടാണ്. ഈ വെള്ളക്കെട്ടിൽ ഇതുവരെയും ഒരു ക്ഷാമം അല്ലെങ്കിൽ ഒരു പരിഹാരം ഉണ്ടായില്ല എന്നുള്ളത് സാധിക്കുന്നത്. കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നാണെങ്കിൽ പോലും ഇതിൽ വേണ്ടത്ര രീതിയിലേക്ക് ഈ ഒരു വെള്ളക്കെട്ട് ഇല്ലാതാക്കാനുള്ള ഒരു പ്രവർത്തനവും നടന്നിട്ടില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് ഈ ഒരു വെള്ളക്കെട്ട് എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ രാത്രി കാലങ്ങളിൽ ഇതുവഴി പോകുന്ന, അതായത് കിച്ചൻകോണം, നേരത്തെ നീക്കുന്നത് കിച്ചൻകോണം അടുത്താണ് LIC റോഡ്, മാനാഞ്ചിറ, കോഴിക്കോട് നഗരത്തിന്റെ ഹൃദയഭാഗത്താണുള്ളത്. മാനാഞ്ചിറയിലെ ഈ ഭാഗങ്ങളിൽ പ്രധാനമായും ഒരു ചെറിയ മഴ വന്നാൽ പോലും വെള്ളക്കെട്ട് അതിരൂക്ഷമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. പക്ഷേ ഇതിൽ ഇക്കാര്യങ്ങളെല്ലാം തന്നെ നിരവധി തവണ വ്യാപാരികളും അതോടൊപ്പം തന്നെ ജനങ്ങളും ഇതുവഴി പോകുന്ന നാട്ടുകാർ ഉൾപ്പെടെ ഈ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോർപ്പറേഷൻ നിരവധി തവണ പരാതി നൽകിയിട്ടുണ്ടെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ല എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണം തന്നെയാണ് ഈ കിച്ചൺ കോർണറിലെ ഈ LICക്ക് സമീപമുള്ള റോഡില് വെള്ളം കെട്ടി നിൽക്കുന്നത്. ഈ രാത്രി കാലങ്ങളിലെല്ലാം പോകുന്ന ഇരുചക്ര വാഹനക്കാരെല്ലാം തന്നെ ഈ വെള്ളക്കെട്ടിൽ വീണ് അപകടങ്ങൾ ഉണ്ടാകുന്നതും തുടർക്കഥയാകുന്ന ഒരു സാഹചര്യമാണുള്ളത്. കാരണം ഈ റോഡിൽ ചെറിയ നേരിയ തോതിൽ കുഴികളുണ്ട്. ഈ കുഴികളിൽ വീണാണ് അധികവും അപകടം സംഭവിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇതിനൊരു പരിഹാരം കാണണം എന്നുള്ളതിന് യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എങ്കിൽ പോലും മറ്റ് പ്രവർത്തികളെല്ലാം ഇവിടെ നവീകരണത്തിന്റെ ഭാഗമായി മറ്റ് പ്രവർത്തികൾ നടക്കുന്നുണ്ടെങ്കിലും ഈ വെള്ളക്കെട്ടിന് ഒരു പരിഹാരം ഉണ്ടാക്കാനായിട്ട് കോർപ്പറേഷന്റെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയും ഉണ്ടായില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം തന്നെയാണ് ഈ കോഴിക്കോട് നഗരത്തിന്റെ ഹൃദയഭാഗം മാനാഞ്ചിറയിലും അതുപോലെ തന്നെ LIC കോർണറിലെയും കിച്ചൺ കോർണറിലെയും ഈ ഒരു വെള്ളക്കെട്ട് ആതിര. തീർച്ചയായിട്ടും അഭിന, കോഴിക്കോട് മലയോര പ്രദേശങ്ങളിൽ ഇപ്പോൾ നിലവിലെ സാഹചര്യം എങ്ങനെയാണ്? മഴ തുടരുന്നുണ്ടോ? അതുപോലെ തന്നെ വിനോദസഞ്ചാരങ്ങളിൽ ഖനന നിർമ്മാണത്തിനടക്കം ഇപ്പോഴും നിയന്ത്രണം തുടരുകയാണോ? തീർച്ചയായും അതിര മലയോര മേഖലയെ സംബന്ധിച്ചിടത്തോളം മലയോര മേഖലയിൽ നഗരത്തിലെ സമാന സ്ഥിതി തന്നെയാണ് ചെയ്യുന്നത്. കാരണം ഇവിടെ മലയോര മേഖലയിൽ മാത്രമാണ് മഴ പെയ്യുന്നത്, ശക്തിയായി കിട്ടുന്നില്ല എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിച്ചത്. എങ്കിൽ പോലും ഈ മലയോര മേഖലയെ സംബന്ധിച്ചിടത്തോളം ഈ കോട നിറഞ്ഞു നിൽക്കുന്ന സ്ഥലങ്ങളാണ് ഈ പൂമ്പാറ, അതുപോലെ തന്നെ കക്കാടംപൊയിൽ തുടങ്ങിയ ഇടങ്ങളിലെല്ലാം തന്നെ. അതുകൊണ്ട് തന്നെ ഈ വിനോദസഞ്ചാരികൾ ഏറ്റവും കൂടുതൽ ഇടങ്ങളിലെല്ലാം തന്നെ അതുകൊണ്ട് തന്നെ ഈ വിനോദസഞ്ചാരികൾ ഏറ്റവും കൂടുതൽ കക്കാടംപൊയിൽ ഭാഗത്തേക്കാണ് പോകുന്നത്. ഈ ഭാഗത്തേക്ക് പോകുന്ന ആളുകൾ അതീവ ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശവും ഇതിനോടകം നൽകുന്നുണ്ട് ജില്ലാ ഭരണകൂടം. കൂടാതെ ഈ രാത്രിയാത്ര നിരോധനവും ഇതിനോടകം തന്നെ മലയോര മേഖലയിലേക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം മലയോര മേഖലയെ സംബന്ധിച്ചിടത്തോളം രാത്രികാലങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത ഏറെയുള്ള ഒരു സമയം തന്നെയാണ്. ഈ കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ശക്തമായ മഴ ഉണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു ഘട്ടത്തിലാണെങ്കിൽ പോലും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല എന്നുള്ളതാണ്. കാരണം മനുഷ്യ സംഭവങ്ങളൊന്നും തന്നെ മലയോര മേഖലയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിട്ടില്ല. പക്ഷേ എങ്കിൽ പോലും മലയോര മേഖലയിലേക്ക് പോകുന്ന ആളുകളെല്ലാം തന്നെ അതീവ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. നേരത്തെ അതിർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഖനനിർമ്മാണം, ക്വാറികൾ എന്നിവയുടെ എല്ലാം തന്നെ പ്രവർത്തനങ്ങൾ നേരത്തെ തന്നെ നിർത്തിവെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ
അതായത് ഈ ജലാശയങ്ങളിലേക്കെല്ലാം ഇറങ്ങുന്ന ആളുകൾ ഇത്തരത്തിൽ ജാഗ്രത പുലർത്തേണ്ട ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. കാരണം ഈ മലയോര മേഖലയിലേക്ക് നിരവധി സ്ഥലങ്ങൾ, പതങ്കയം പോലുള്ള സ്ഥലങ്ങളിലേക്കെല്ലാം തന്നെ കുട്ടികൾ ഉൾപ്പെടെ എത്തുന്ന ഒരു സാഹചര്യമാണുള്ളത്. പക്ഷേ ഈ വെള്ളക്കെട്ടിനെ കുറിച്ച് വലിയ ധാരണയില്ലാത്ത, അതായത് മറ്റൊരു ഇടങ്ങളിൽ നിന്ന് മലപ്പുറം ജില്ലയിൽ നിന്നടക്കം പതങ്കയത്തിലേക്ക് വിദ്യാർത്ഥികൾ എത്താറുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം വിദ്യാർത്ഥികൾ ഈ പതങ്കയം പോലുള്ള വെള്ളച്ചാട്ടങ്ങളിലേക്കെല്ലാം എത്തുമ്പോൾ ഈ വെള്ളക്കെട്ടിന്റെ സ്ഥിതി അറിഞ്ഞതിനു ശേഷം മാത്രമേ ഈ വെള്ളക്കെട്ടിലേക്ക് ഇറങ്ങാവൂ തുടങ്ങിയ നിർദ്ദേശങ്ങളെല്ലാം തന്നെ ഇതിനോടകം ഭരണകൂടം മുന്നോട്ട് വെക്കുകയും അധികൃതർ തന്നെ ഇക്കാര്യം നേരത്തെയും വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം ഈ മഴക്കാലമല്ലാത്ത സമയത്ത് പോലും പതങ്കയത്തിൽ നിരവധി അപകടങ്ങൾ തുടർക്കഥയാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ കാര്യങ്ങളെല്ലാം മുൻനിർത്തിക്കൊണ്ട് തന്നെയാണ് പതങ്കയത്തിലേക്കുള്ള ഈ കുട്ടികളുടെ ഈ വരവ് നിർത്തണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ അധികൃതർ നേരത്തെയും അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഘട്ടത്തിൽ ഈ ഭാഗത്തേക്കെല്ലാം വരുന്നവർ അതീവ ശ്രദ്ധ പുലർത്തേണ്ടതുണ്ട് എന്നുള്ളതെല്ലാം അധികൃതർ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഏതായാലും മലയോര മേഖലയിലെ സമാന സ്ഥിതി തന്നെയാണ് നഗരത്തിലും തുടരുന്നത്. ചെറിയ തോതിൽ മഴ മാത്രമേ ഉള്ളൂ. യെല്ലോ അലേർട്ടാണ് കോഴിക്കോട് ജില്ലയിലുള്ളത്. അതോടൊപ്പം തന്നെ കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലും യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആതിര, തീർച്ചയായിട്ടും അഭിന, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ചെറിയൊരു മഴ പെയ്യുമ്പോഴും തന്നെ ഈ കോഴിക്കോട് നഗരത്തിൽ വെള്ളക്കെട്ട് രൂക്ഷമാകുന്ന ഒരു സാഹചര്യം, വാഹനങ്ങൾ പോകുന്നടക്കം വഴിയാത്രക്കാർക്കടക്കം ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. തീർച്ചയായും അതിന് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ്. ഞാൻ കോഴിക്കോട് ജില്ലയുടെ ഹൃദയഭാഗം മനാഞ്ചിറയ്ക്കും അതുപോലെ തന്നെ LIC കിഡ്സൺ കോർണർ, നമുക്കറിയാം ഈ ബസ് നിൽക്കുന്ന ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മിഠായിത്തെരുവ് ഭാഗത്തേക്ക് പോകുന്ന വഴിയാണ്. ഈ വഴിയിൽ ഈ മിഠായിത്തെരുവ് ഭാഗത്തേക്ക് തന്നെ നിരവധി ആളുകൾ വരുന്ന ഒരു സ്ഥലമാണ്. ഈ സ്ഥലത്തിനോട് നടുക്കാണ് ഈ ഒരു വെള്ളക്കെട്ട് തുടരുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയത്താണ് ഈ ഒരു വെള്ളക്കെട്ട് ഇവിടെ ഇപ്പോഴും തുടരുന്നത്. ഈ വെള്ളക്കെട്ടിന് യാതൊരു ശമവും ഉണ്ടായില്ല, അല്ലെങ്കിൽ ഒരു ശമനവും ഉണ്ടായില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്. നേരത്തെയും ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോർപ്പറേഷനിൽ പരാതി നൽകിയിട്ടുണ്ടെങ്കിലും യാതൊരു നടപടിയും ഇതിനോടകം തന്നെ എടുത്തിട്ടില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം തന്നെയാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നത്. കാൽനട യാത്രക്കാർക്ക് പോലും വലിയ ദുസ്സഹമാണ് ഇതുവഴി കടന്നു പോവുക എന്നുള്ളത്. ഈ ചുറ്റി വരേണ്ട, അതായത് റോഡ് ചുറ്റി വരേണ്ട ഒരു സ്ഥിതിയാണ്. ഈ മിഠായിത്തെരുവ് ഭാഗത്തേക്കെല്ലാം പോകേണ്ടവർ തിരിഞ്ഞ് നടന്നിട്ടാണ്, അതായത് മറ്റൊരു വഴി മുഖേനയാണ് ഈ മിഠായിത്തെരുവിലേക്കും അതുപോലെ തന്നെ LIC കോർണറിലേക്കെല്ലാം തന്നെ ആളുകൾ എത്തുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പലതവണ ഇവിടെ അപകടങ്ങൾ, ഏറ്റവും കൂടുതൽ ഇരുചക്രവാഹന യാത്രക്കാരാണ് ഈ ഒരു ഭാഗത്ത് അപകടത്തിൽപ്പെടുന്നത്. കാരണം ഈ വെള്ളം ഇങ്ങനെ കെട്ടിക്കിടക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ റോഡിൽ കുഴികൾ ഉണ്ട്. ആ ഒരു കുഴികളിൽ വീണാണ് ഇത്തരത്തിലുള്ള അപകടങ്ങളെല്ലാം തന്നെ സംഭവിക്കുന്നത്. രാത്രി കാലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ സംഭവിക്കുന്നത്. കാരണം ഈ ഒരു വെള്ളക്കെട്ട് ഇവിടെ തങ്ങി നിൽക്കുന്നത് യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഇരുട്ടാണ്, അതുകൊണ്ട് തന്നെ കാണാൻ സാധിക്കില്ല. പക്ഷേ ഈ ഒരു സാഹചര്യത്തിലാണ് ഇരുചക്രവാഹനം അപകടത്തിൽപ്പെടുന്നത്. പക്ഷേ എങ്കിൽ പോലും ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നാട്ടുകാരും ജനങ്ങളും അതോടൊപ്പം തന്നെ വ്യാപാരികൾ ഉൾപ്പെടെ ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കോർപ്പറേഷനിൽ പലതവണ പരാതി നൽകിയിട്ടുണ്ടെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നതാണ് ഈ ഒരു വെള്ളക്കെട്ട്. നമുക്ക് ഈ ദൃശ്യങ്ങൾ തന്നെ വളരെ വ്യക്തമാണ്. അത്രയധികം വെള്ളം ഈ ഒരു ഭാഗത്ത് കെട്ടിക്കിടക്കുന്നുണ്ട്. ആതിര, ശരി അഭിന, വടക്കൻ ജില്ലകളിൽ മഴ കനക്കുന്നു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കനത്ത ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് ജനങ്ങൾക്ക് നൽകിയിരിക്കുന്നത്.